കാനഡ വീണ്ടും കടുപ്പിക്കുകയാണ്. വിദേശ വിദ്യാർത്ഥികൾ ജോലി ചെയ്യുന്നതിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞു. ആഴ്ചയിൽ 24 മണിക്കൂർ മാത്രം ജോലി ചെയ്താൽ മതിയെന്നാണ് പുതിയ നിർദ്ദേശം. ഉടൻ തന്നെ ഇത് നടപ്പാക്കുമെന്നും വിദേശ വിദ്യാർത്ഥികൾക്ക് പരിധിയില്ലാതെ ജോലി ചെയ്യാനാവുന്ന പഴയ ചട്ടം ഒരു കാരണവശാലും പുതുക്കില്ലെന്നും സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. പഴയ ചട്ടമനുസരിച്ച് വിദേശ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സമയം ജോലി ചെയ്യാൻ അനുവാദമുണ്ടായിരുന്നു. പുതിയ നിർദ്ദേശം നടപ്പിലാക്കുന്നത് കാനഡയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് വൻ പണച്ചെലവുണ്ടാകും. ജോലി ചെയ്യുന്നതിലൂടെ ലഭിച്ചിരുന്ന തൊഴിൽ പരിചയത്തിനുള്ള അവസരവും ഇതിലൂടെ വിദ്യാർത്ഥികൾക്ക് ഇല്ലാതാകും. ഇപ്പോഴത്തെ ലക്ഷ്യം പഠനം മാത്രമാകണമെന്നും ജോലിക്കാര്യം പിന്നീടാകാമെന്നുമാണ് കാനഡ സർക്കാർ പറയുന്നത്. കാനഡയിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾ ആദ്യം പ്രാധാന്യം നൽകേണ്ടത് പഠിക്കാനായിരിക്കണം. ജോലിയല്ല പ്രധാനം. കൂടുതൽ സമയം ജോലി ചെയ്യുന്നത് വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തെ ദോഷകരമായി ബാധിക്കുമെന്ന് കണ്ടതിലാണ് ഈ നിയന്ത്രണം നടപ്പാക്കുന്നത്. കാനഡയിൽ ജോലി ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സ്റ്റഡി പെർമിറ്റിന് അപേക്ഷിക്കുന്നവരുടെ എണ്ണം കുറയ്ക്കാനാവുമെന്നും അങ്ങനെ അർഹതപ്പെട്ടവർക്ക് കൂടുതൽ അവസരം ലഭിക്കുമെന്നുമാണ് അധികൃതർ പറയുന്നത്. പുതിയ നിയന്ത്രണത്തിനൊപ്പം വിദേശ വിദ്യാർത്ഥികൾക്കുള്ള ചട്ടങ്ങളിൽ മറ്റു മാറ്റങ്ങളും കൊണ്ടുവരുന്നുണ്ട്. സർക്കാരിൽ നിന്ന് പഠനാനുമതി ലഭിക്കുന്നതിന് വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന പ്രവിശ്യയിൽ നിന്നുള്ള പ്രൊവിഷ്യൽ അറ്റസ്റ്റേഷൻ ലെറ്റർ നേടിയിരിക്കണം. അതാണ് മറ്റൊരു മാറ്റം. ഇതും പലരെയും വലയ്ക്കും. ഈ നിയമമൊക്കെ കർക്കശമാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ദോഷകരമായി ബാധിക്കുന്നത് മലയാളികളെയാണ്. കേരളത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് മലയാളി വിദ്യാർത്ഥികളാണ് കാനഡയിൽ പഠിക്കാനായി പോയിട്ടുള്ളത്. അവരെയെല്ലാം പ്രതികൂലമായി ബാധിക്കും. ലക്ഷങ്ങൾ വാങ്ങി പഠനത്തോടൊപ്പം ജോലി ചെയ്യാമെന്ന വാഗ്ദാനവും നൽകിയാണ് ഇവിടുന്ന് ഏജൻറ്റുമാർ വിദ്യാർത്ഥികളെ കയറ്റി അയക്കുന്നത്. മാത്രമല്ല അവിടെ വർക്ക് പെർമിറ്റും PR-ഉം കിട്ടിയാൽ പഠനം കഴിഞ്ഞും സ്ഥിരതാമസമാക്കാമെന്ന മോഹന വാഗ്ദാനവും ഏജൻറ്റുമാർ നൽകുന്നു. ഈ ഏജൻറ്റുമാരുടെ മോഹന വാഗ്ദാനത്തിൽ വീണ് ബാങ്ക് ലോണുമൊക്കെ സംഘടിപ്പിച്ച് അവിടെ ചെന്നിട്ട് ആഴ്ചയിൽ 24 മണിക്കൂർ മാത്രമേ ജോലി ചെയ്യുവാൻ പറ്റുള്ളൂ എന്ന നിയമം കുരുക്കിലാകും. അങ്ങനെ വന്നാൽ ഒരാൾ പോലും ഇനി അങ്ങോട്ടേക്ക് കുടിയേറില്ല.